എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ് കൃപ. ഒരു പരിധിവരെ കൃപയെക്കുറിച്ചുള്ള സുവിശേഷം ഒത്തിരി പേരെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ കൃപ പലരും അതിനെ എക്സ്ട്രീം ലെവൽ എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്ത തരത്തിലും ഒത്തിരി പേരെ കണ്ടുണ്ട്. ഇന്ന് കൃപയും വിശ്വാസവുമുള്ള കണക്ഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കും എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് സ്വർഗം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലുമുള്ള എല്ലാ നന്മകളാലുമുള്ള അനുഗ്രഹം. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും അവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗീയ തലങ്ങളിൽ അനുഗ്രഹിച്ചിരിക്കുക, ആത്മതലത്തിൽ അനുഗ്രഹിച്ച ഈ അനുഗ്രഹത്തെ ഈ ഭൗതിക മണ്ഡലത്തിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. വിശ്വാസം എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ വേൾഡും ഈ ഭൗതിക മണ്ഡലം തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു കണക്ഷനാണ്. അവിടെ ആത്മമണ്ഡലത്തിൽ ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തതിനെ വിശ്വാസത്താലാണ് നമ്മൾ ഈ മണ്ഡലത്തിലേക്ക് റിസീവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു വചനം വായിക്കുക, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എഫേസ്യർ 2:8 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ അതിന് കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകും. ശ്രദ്ധിച്ചു കേട്ടല്ലോ, കൃപയാലത്രേ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. രണ്ടും ഒരുമിച്ചേ പോകത്തുള്ളൂ, രണ്ടും സെപ്പറേറ്റ് നിൽക്കത്തില്ല. അതായത് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ത്രൂ ഫെയ്ത്ത് വിശ്വാസത്താൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ സകല മനുഷ്യന് വേണ്ടിയാണ് ദൈവം യേശുവിനെ നമുക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചത്, ശരിയല്ലേ? സകലരുടെ പാപത്തിന് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ രക്തം ചിന്തി, ശരിയല്ലേ? ആണോ അല്ലയോ? ഈ ലോകത്തിലുള്ള സകല മാനവരാശിക്ക് വേണ്ടി യേശു രക്തം ചിന്തി. എന്നാൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം. ഹല്ലേലൂയ. ദോസ് ഹു റിസീവ്ഡ് ഹിം, അവനെ കൈക്കൊള്ളവർ, വിശ്വസിച്ച് അവനെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം. അപ്പോ കൃപയാൽ ദൈവം സകലം നമുക്ക് വേണ്ടി നൽകി. നമുക്ക് വേണ്ടി ദൈവം നൽകാനില്ല. കാൽവരി ക്രൂശിൽ ദൈവം എല്ലാം എനിക്ക് വേണ്ടി യേശു ചെയ്തു കഴിഞ്ഞു. എനിക്ക് വേണ്ടി എല്ലാം പ്രിപ്പയർഡ് ആണ്, എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഞാൻ അതിനെ എങ്ങനെ ആക്സസ് ചെയ്യും? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് ഞാൻ അതിനെ സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യത്തിൽ കൃപയാൽ അത്രേ വിശ്വാസം മൂലം, ത്രൂ ഫെയ്ത്ത്. ആ ത്രൂ എന്ന വാക്കിന് ഗ്രീക്ക് വേർഡ് കൊടുത്തിരിക്കുന്നത് ഡയ എന്നാണ്, DIA. ഡയ എന്ന് വെച്ചാൽ മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്നാണ്. അതായത് ഈ കൃപയാൽ ദൈവം ഒരുക്കിയ എല്ലാത്തിനെയും നമ്മളിലേക്ക് എത്തുന്ന ചാനലാണ് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ മഹാമനസ്കത കൊണ്ട്, സ്നേഹം കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ അനവധിയായ നന്മകൾ, അതെല്ലാം ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് എത്തുന്നത് ത്രൂ ഫെയ്ത്താണ്. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് ഇത് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഒരു വാക്യം വായിച്ച റോമലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, റോമർ 5:2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൃപ ഓൾറെഡി ഉണ്ട്, അതിൽ പ്രവേശനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഫെയ്ത്ത്. ഹല്ലേലൂയ. ദൈവം എല്ലാം ചെയ്തു, യേശു എല്ലാം ചെയ്തു, എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നു, ശരിയാണ്, എല്ലാം ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ത്രൂ ഫെയ്ത്ത് ആണ് ഞാൻ റിസീവ് ചെയ്യുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡയ എന്ന വാക്ക് എന്ന് പറയുന്നൊരു മീഡിയം അല്ലെങ്കിൽ ചാനലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയേ, ഈ കൃപ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് സങ്കല്പിച്ചോ, കറണ്ട്.
നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 11 kV വലിയൊരു ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്, ഭയങ്കരമായ കറണ്ട് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അത് നിങ്ങളുടെ വീട്ടിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു വയറ് വേണം, ശരിയല്ലേ? ഇലക്ട്രിസിറ്റി ഓൾറെഡി പ്രൊവൈഡറാണ്, KECB ഗവൺമെൻറ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. വീട്ടു മുറ്റത്ത് നിൽപ്പുണ്ട്, ട്രാൻസ്ഫോമർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ നിൻ്റെ വീടിനകത്ത് നീ മണ്ണെണ്ണ വിളക്ക് കത്തുകൊണ്ടിരിക്കുന്നത്, കാര്യം എന്നറിയാവോ? നിനക്ക് അവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് വലിച്ചിട്ടില്ല. അതായത് ഞാൻ ഇങ്ങനെ പറയും, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവം പ്രൊവൈഡ് ചെയ്ത എല്ലാ അനുഗ്രഹമാണെങ്കിലും അത് നിന്നിലേക്ക് എത്തുന്ന വയറാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ ബൈ ഫെയ്ത്ത്, ത്രൂ ഫെയ്ത്ത്, ആ വിശ്വാസത്താൽ, ആ വയറിനാൽ ഓൾറെഡി പ്രൊവൈഡ്. ഞാൻ ഇനി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പോണോ? വേണ്ട, ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു. ഇറ്റ്സ് എല്ലാം അവിടെ പ്രോസസ്സ് ചെയ്ത് ഡാമിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ അത് ആക്സസ് ചെയ്യുന്നത് ബൈ ഫെയ്ത്താണ്. വിത്തൗട്ട് ഫെയ്ത്ത് എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ 2:26 പറയുന്നു, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ചത്തതാണ്. അതുപോലെ എനിക്ക് വീട്ടിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കറണ്ട് വീട്ടിൽ വരില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ബൈ ഫെയ്ത്ത് നീ പുറത്തിറങ്ങി ആ കമ്പി എടുത്ത് അതിൽ കൊടുക്കണം, കണക്ഷൻ കൊടുക്കണം. ആ കണക്ഷനിലൂടെ മാത്രമേ നിനക്ക് റിസീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ചില ആക്ഷൻസിനെ കൊണ്ടുവരും. ഹല്ലേലൂയ. എങ്ങനെ ഈ ഫെയ്ത്ത് ഉണ്ടാവും? ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിന്നിലേക്ക് ആ വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് സ്ഥിരമായി ദൈവവചനം കേൾക്കേണ്ടതിന് ആവശ്യകതയുണ്ട്. കാരണം ഈ വചനമാണ് നിന്നിലുള്ള വിശ്വാസത്തെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം വായിക്കുമോ അത്രത്തോളം വിശ്വാസം ഉണ്ടാവും. ആമേൻ. ഇതൊരു എന്താ പറയുക, വചനം പറയുന്നത് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. പണ്ട് കേട്ട വചനമല്ല, ഹിയറിംഗ് എന്നറിയാല്ല, കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നീ എത്രത്തോളം കേട്ടുകൊണ്ടിരിക്കുമോ അത്രത്തോളം വിശ്വാസം തന്നെ ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് മാറി ഈ ലോകപരമായ ചിന്തകൾ, ഫുൾ ടൈം സിനിമ, സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് സംബന്ധിച്ച് നോക്കിയാൽ അവൻ്റെ ലൈഫിൽ വിശ്വാസം കാണത്തില്ല. കാരണം എന്താ? വിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിത്താകുന്ന വചനം അവിടെ ഇല്ല. ശത്രു വന്ന് ആദ്യം എടുത്തുകൊണ്ട് പോകണം അതിനെയാണ്. നിന്റെ വിശ്വാസത്തെ അവൻ കെടുത്താൻ വേണ്ടി ചെയ്യുന്നത് ആ വിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വചനത്തെ എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ഓൺ ഫീഡിങ്. സ്ഥിരമായി ഈ വചനത്തെ നമ്മൾ ഭക്ഷിക്കണം. ഈ വചനം നമ്മുടെ അകത്ത് വിശ്വാസത്തെ കൊണ്ടുവരും. ഈ വിശ്വാസമാണ് സ്വർഗമൊരുക്കിയ നന്മകളെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. എനിക്ക് ദൈവം നന്മകൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഒന്നും കാണുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ വിശ്വാസത്തെ ചെക്ക് ചെയ്യുക. കാരണം വിശ്വാസത്തെ കൂടാതെ ദൈവം ഒരുക്കിയ നന്മകളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഓൾറെഡി നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമർ നമ്മുടെ മുന്നിലുണ്ട്. ആ വയർ നമ്മൾ കണക്ട് ചെയ്യണം. അതാണ് വിശ്വാസം. ഇനി ഈ വയറിനെ സംബന്ധിച്ചോളം നല്ല ക്വാളിറ്റിയുള്ള വയറാണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് പാസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ സപ്ലൈ വിൽ ബി സ്ട്രോങ്. ഹല്ലേലൂയ. യേശു ചില സ്ഥലത്ത് പറയും, ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടില്ല, ഇത്ര വലിയ വിശ്വാസം കേട്ടില്ലേ. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ തന്നെ അളവുകളുണ്ട്. അല്പവിശ്വാസിയെ, അവിശ്വാസിയെ, യേശുവിൻ്റെ വാക്കുകളാണ്. അല്പവിശ്വാസി, അവിശ്വാസി, ഗ്രേറ്റ് ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതിന് അളവുകളുണ്ട്. ആ അളവുകൾക്കനുസരിച്ചാണ് നിങ്ങൾ എത്രത്തോളം അതിൽ നിന്ന് ഡ്രോ ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിങ്ങളോട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ദൈവത്തിന് ഇഷ്ടം തോന്നി, ദൈവം ചിലർക്ക് കുറച്ച് നന്മ കൂടുതലും ചിലർക്ക് കുറവുമല്ല, എല്ലാവർക്കും ഒരേ ട്രാൻസ്ഫോമറിൽ നിന്നാണ് കറണ്ട് വരുന്നത്. എല്ലാവർക്കും ഒരേ KECB ആണ്, സ്വർഗത്തിൻ്റെ ഒരേ KECB എന്നാണ് ഫുൾ സപ്ലൈ. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീഡിയം എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. ചിലർക്കാണെങ്കിലോ ചെറിയ വയറാണ്, ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. ചിലർക്കാണെങ്കിൽ നല്ല സ്ട്രോങ് 11 kV വയറാണ്, നല്ല രീതിയിൽ കറണ്ട് പാസ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനെ തീരുമാനിക്കാം, നിങ്ങളുടെ ഫെയ്ത്തിനെ, വിശ്വാസത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് സപ്ലൈ ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. എല്ലാവരുടെയും പാപത്തിന് വേണ്ടി യേശു മരിച്ചു. എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? എല്ലാവരും രക്ഷിക്കപ്പെടാനുള്ളതെല്ലാം യേശു ചെയ്തു.
വചനം പറയുന്നു, ആരൊക്കെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇറ്റ്സ് എ ചോയ്സ്. യേശുവിനെ സ്വീകരിക്കണോ വേണ്ടത് നിന്റെ ചോയ്സ് ആണ്. യേശു നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി കഴിഞ്ഞു. നിനക്ക് വേണ്ടി, നിനക്ക് രക്ഷയ്ക്കുള്ളതെല്ലാം യേശു പ്രിപ്പയർഡ് ആണ്, എല്ലാം റെഡിയാണ്. ആർക്കും വേണ്ടി യേശു മരിക്കാതിരുന്നിട്ടില്ല. താലിബാൻകാരന് വേണ്ടിയും യേശു മരിച്ചു, ടെററിസ്റ്റിന് വേണ്ടിയും യേശു മരിച്ചു, നിരീശ്വരവാദിക്ക് വേണ്ടിയും യേശു മരിച്ചു. അവന് വേണ്ടിയുള്ള രക്ഷയ്ക്കുള്ളതും യേശു ഒരുക്കി. പക്ഷേ ചോദ്യം ഇതാണ്, നീ ഇന്ന് ആ രക്ഷയെ സ്വീകരിക്കുന്നുണ്ടോ? അവനെ കൈക്കൊള്ളാൻ നീ തയ്യാറാണോ? അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് അവന്റെ മകനാകുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. ഉദാഹരണം പറയാം. യെശയ്യാ പ്രവചനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും എഴുതിയിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരും എന്നല്ല, വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് സൗഖ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. യേശുവിന്റെ അടിപ്പിണർ നമ്മുടെ സൗഖ്യത്തിന് കാരണമായി കഴിഞ്ഞു. ഇനി വരാനുള്ള കാര്യമല്ല. എൻ്റെ ക്യാൻസറിനും എൻ്റെ എല്ലാ രോഗത്തിനുമുള്ള സൗഖ്യം യേശുവിന്റെ അടിപ്പിണരാൽ വന്നു കഴിഞ്ഞു. എന്നാൽ എല്ലാവരും സൗഖ്യമായോ? സൗഖ്യമായോ? ഇല്ല. കാരണം എന്നാ? അത് ആക്സസ് ചെയ്യുന്നത് ത്രൂ ഫെയ്ത്ത് ആണ്. ബൈ ഫെയ്ത്ത് ആണ് അതിനെ ആക്സസ് ചെയ്യുന്നത്. ഒന്നുകിൽ ആ വ്യക്തി അതിനെ ഫെയ്ത്തിൽ ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരാൾ ഫെയ്ത്തിൽ ആക്സസ് ചെയ്ത് അദ്ദേഹത്തിന് നൽകുകയാണ്. ത്രൂ ഫെയ്ത്ത് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം അധികമായി കേൾക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ദൈവ ശബ്ദം കേൾക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, അതിനുമ്പ് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാമ്പ്യൻ ആവണമെന്ന് ആഗ്രഹമുള്ളതായിരിക്കാം, നല്ലൊരു എന്താ പറയുക, ഒരു ബോഡി ബിൽഡർ ആവണമെന്ന് ആഗ്രഹമുള്ളതായിരിക്കും. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ട്രെയിനറെ നിങ്ങൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തോട് പറയുകയാണ്, ഞാനൊരു മാസം 10,000 രൂപ അല്ലെ 50,000 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യും? ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒരു 11 കിടന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ ഇരിക്കും. ആ മനുഷ്യൻ്റെ പറയുകയാണ് 50,000 രൂപ തരും, നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യണം. നിങ്ങളെ ബോഡിക്ക് മാറ്റം വല്ല ഉണ്ടാവുമോ? ഉണ്ടാകുമോ? ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി 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 പേഴ്സണൽ. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം നിങ്ങളുമായി ദൈവമായുള്ള ബന്ധമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം. അതാണ് നിങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നത്. യേശു മത്തായിയുടെ സുവിശേഷം 4:4 പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കേൾക്കുന്ന ഓരോ ശബ്ദം കൊണ്ടും വചനം കൊണ്ടും ജീവിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. പലരുടെയും ആത്മാവ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ പറ്റിയാൽ ഇന്ന് അംഗവൈകല്യമുള്ളതോ ഒടിഞ്ഞു തൂങ്ങിയതായിട്ടുള്ള ആത്മാക്കളെ കാണാൻ പറ്റും. നമുക്ക് എല്ലും തോലുമായിട്ടുള്ളതോ, ചിലതിനെ കയ്യും കാലും ഇല്ലാത്ത അവസ്ഥയൊക്കെ കാണാൻ പറ്റും. ചിലപ്പം അബോർട്ടായി പോയിട്ടുള്ള ചില ആത്മാക്കളും കാണാമായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കാറില്ല ചില. മനസ്സിലായോ? നമുക്ക് കണ്ണാടിയുടെ മുന്നേ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഈ ബോഡിയിലെ കാണാൻ പറ്റും, നമുക്ക് അകത്തുള്ളതിനെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ദൈവം കാണുന്ന അകത്തുള്ള നമ്മളെയല്ലേ, നമ്മളാന്ന് പറയുന്ന അകത്തുള്ളതല്ലേ. ഇത് പുറത്തുള്ള സാധനം വെറും ഒരു കവറിങ് മാത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവനാകണം. എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ച വാക്ക് ശ്രദ്ധിച്ചേ, ഞാൻ ഈ ശരീരത്തിൽ വസിച്ചാലും, അതായത് ഇതല്ല ഞാനിതല്ല, ഞാനിതിനകത്ത് വസിക്കുന്നവനാണ് ഞാൻ. ഈ വസിക്കുന്ന ഞാൻ ഇതിനകത്ത് വസിച്ചാലും ഇതിന്ന് പുറത്ത് പോയാലും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. വെച്ചാൽ അകത്തുള്ള മനുഷ്യൻ എത്ര ബലമുണ്ടോ അതാണ് നമ്മുടെ യഥാർത്ഥ സ്ട്രെങ്ത്. അതുകൊണ്ട് അകത്തെ മനുഷ്യനിലാണ് ഈ വിശ്വാസമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനാണ് സ്ട്രെങ്ത് ഉണ്ടാകുന്നത്, അതിനാണ് ഭക്ഷണം വേണ്ടത്. അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഹോർലിക്സും ബോൺവിറ്റും അല്ല, അതിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ എത്രമാത്രം ദൈവശബ്ദം കേൾക്കും എന്നുള്ളതിൻ്റെ ആ ഒരു അളവുകോൽ എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കും, അതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ളതും വളരെ റിലേറ്റഡാണ്. സ്ഥിരമായി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവശബ്ദം കൂടുതലായി കേൾക്കാൻ തുടങ്ങും. കാരണം അത് കണക്റ്റഡാണ്. ഇത് എഴുതപ്പെട്ട വചനമാണ്. എഴുതപ്പെട്ട വചനം നമ്മളെ കൂടുതലായി സ്പോക്കൺ വേൾഡ്, റേമ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ കൃപ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യം, രണ്ട് ക്യാമ്പിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ചിലർ പറയും എല്ലാം കൃപയാൽ,
ഒരു ഫോൾസ് എക്സ്ട്രീംസ് ഉണ്ട്. രണ്ട് തലത്തിൽ എൻഡിൽ പോകും ചിലർ. അതായത് അവർ പറയും കൃപയാലെല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യണ്ട, മടിയന്മാരായിട്ടിരുന്നാൽ മതി, നമുക്കിനി വചനം കേൾക്കേണ്ട, വചനം വായിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, എല്ലാം യേശു ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ചുമ്മാ ഇരുന്നാൽ കിട്ടും. ഒരു വചനം വായിക്കാം നിങ്ങൾക്ക്. തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഏതെങ്കിലും കുറച്ചു പേർക്കല്ല, സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാനുള്ള എല്ലാം ആ കൃപ ഒരുക്കി വെച്ചു. പക്ഷെ വചനം പറയുന്നു, കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. സോ ത്രൂ ഫെയ്ത്ത് ആണ് വിശ്വാസം. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം, സുവിശേഷം പ്രസംഗിക്കുന്നത്? പല ദേശങ്ങളിൽ പോയി പലരോട് പ്രസംഗിക്കേണ്ട ആവശ്യം എന്താ? എല്ലാവരും രക്ഷിക്കപ്പെട്ടെങ്കിൽ, എല്ലാവരും യേശു മരിച്ചു, എല്ലാവരും രക്ഷിക്കപ്പെട്ടെങ്കിൽ എന്തിനാ നമ്മൾ പ്രസംഗിക്കുന്നത്? വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പ്രസംഗിക്കാതെ എങ്ങനെ അവർ കേൾക്കും? കേൾക്കാതെ എങ്ങനെ അവർ വിശ്വസിക്കും? ഹല്ലേലൂയ. സോ അവർക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും അയക്കണം. അപ്പോൾ നമ്മൾ അയക്കണം. ദൈവം നമ്മൾ അയച്ചിരിക്കുകയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ആ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ അവൻ്റെ ഉള്ളത് വിശ്വാസമായി പരിണമിക്കും. ആ വിശ്വാസം സകല മനുഷ്യർക്കും രക്ഷാകരമായി ഉദിച്ച ദൈവകൃപയെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളായി മാറുന്നത് ആ വിശ്വാസമാണ്. സോ വിശ്വാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കൃപയെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് പലരും ഈ കൃപ എന്ന് പറഞ്ഞപ്പോൾ പാസീവായി പോയി. പിന്നെ പ്രാർത്ഥനയില്ല, വചനം വായനയില്ല, എല്ലാം കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന് പ്രാധാന്യമില്ല. വചനം പറയുന്നത് എല്ലാവർക്കും ദൈവകൃപ ഉദിച്ചു. പക്ഷെ ആ ദൈവകൃപയെ ആക്സസ് ചെയ്യുന്നത് ത്രൂ ഫെയ്ത്താണ്, വിശ്വാസം മൂലമാണ്. കൃപയാൽ അത്രേ വിശ്വാസം മൂലം. വയാ, അതായത് ഡിയ എന്ന് പറഞ്ഞ DIA എന്ന് വെച്ചാൽ ത്രൂ ദ ചാനൽ. എന്താണ്? ഫെയ്ത്ത്. വിശ്വാസത്താലാണ് നമ്മൾ ആ കൃപയെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന, ദൈവത്തിൻ്റെ കരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മളുടെ കൈ ഇങ്ങനെ നീട്ടി അതിനെ സ്വീകരിക്കുന്നതിലാണ് എൻ്റെ കാര്യം. ഒരു ഉദാഹരണം സിമ്പിൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാനിവിടെ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പേര് മനസ്സിലാക്കി ചോദിച്ചു, ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ്. നിങ്ങളിങ്ങനെ നിൽക്കുവാണെങ്കിൽ ആ ഗിഫ്റ്റ് ബോക്സ് നിങ്ങളിലേക്ക് എത്തുമോ? ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്നെ കൈ നീട്ടി എന്നെ സ്വീകരിക്കും. കാരണം ഇറ്റ്സ് എ ഗിഫ്റ്റ്. ശരിയല്ലേ? ഗിഫ്റ്റ് ആരെയും കൊണ്ട് നിർബന്ധിച്ചു കൊടുക്കൂ? ഇല്ല. ഇറ്റ്സ് എ ഗിവിങ് ആൻഡ് റിസീവിങ്. സോ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ട സകലതും ഒരുക്കി വെച്ചു. അവൻ്റെ മഹാകൃപയാൽ, സ്നേഹത്താൽ സകലതും ഒരുക്കി. നമ്മളതിനെ സ്വീകരിക്കുകയാണ്. കാരണം ദൈവം ആരെയും ഫോഴ്സ് ചെയ്യുന്ന ദൈവമല്ല, അവൻ ചോയ്സുകളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങളുടെ ചോയ്സിനെ മാനിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നിൻ്റെ ചോയ്സാണ് വെദർ ടു റിസീവ് ഓർ നോട്ട്. സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ ഇപ്പോൾ ഒത്തിരി ഉദാഹരണം ബൈബിളിൽ പറയാൻ പറ്റും. നമുക്ക് നോക്കിയാൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പാലും തേനും ദേശം തരുമെന്നല്ല, തന്നിരിക്കുന്നു, നിങ്ങളുടെ അവകാശമായി തന്നിരിക്കുന്നു. പക്ഷേ ഇറ്റ്സ് അവർ ചോയ്സ്. അവരുടെ ചോയ്സ് ആയിരുന്നു അതിനകത്ത് എൻട്രി ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ശരിയല്ലേ? ഈജിപ്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന ലക്ഷോപലക്ഷം വ്യക്തികളുടെയും അവകാശമായിരുന്നു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. പക്ഷേ അവരെല്ലാവരുടെ എൻട്രി ചെയ്തോ? ഇല്ല. അവരുടെ ചോയ്സ് ആയിരുന്നു. ദൈവം അവരെ റെസ്ട്രിക്ട് ചെയ്തതല്ല, അവരുടെ ചോയ്സ് ആയിരുന്നു. അവരവിടെ അവിശ്വാസത്താൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ കടക്കാൻ കഴിയത്തില്ല, അവിടെ വലിയ മല്ലന്മാരുണ്ട്, അവിടെ വലിയ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരവിടെ കടന്നില്ല. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു, ദൈവം തന്നതാണെങ്കിൽ ഞങ്ങളത് കടക്കും. അത് വിശ്വാസം. ത്രൂ ഫെയ്ത്ത് അവരതിനെ ആക്സസ് ചെയ്തു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട്, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു, അവിടെ 17-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ ഇനി നിന്നെ അബ്രാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കണം. തിരിച്ച് അബ്രഹാമിന് ചോദ്യമില്ല. മോൻ വന്നില്ല, ഇസാഖിനെ കണ്ടില്ല, പക്ഷെ പേര് മാറി, അബ്രഹാം. അതാണ് ദൈവത്തിൻ്റെ ഒരു ലൈൻ. എല്ലാം കണ്ടിട്ടല്ല ദൈവം വിളിക്കുന്നത്. ദൈവം മുന്നമേ നിന്നെ വിളിക്കുകയാണ്. കാരണം അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്.
അതാണ് ഫെയ്ത്ത് ചെയ്യുന്നത്. വിശ്വാസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിന്റെ വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം. ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കണ്ടാൽ വിശ്വസിക്കും, കിട്ടിയാൽ വിശ്വസിക്കും. അതല്ല ദൈവത്തിൻ്റെ വിശ്വാസം. ഇല്ലാത്തതിനെ വിശ്വസിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നതാണ് ആ വിശ്വാസം. അതാണ് അബ്രഹാം ചെയ്തത്. ആശയ്ക്ക് വിരോധമായി ആശയോടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ആശയ്ക്ക് വിരോധമായി കണ്ട സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് വെച്ചിട്ട് അതിന് വിരോധമായി നേരെ ഓപ്പോസിറ്റായിട്ട് ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ആശ നശിച്ചു പോകുന്നവർക്ക് അത് കാണാൻ കഴിയില്ല. നമ്മളങ്ങനെയാണ്. സാഹചര്യങ്ങളെല്ലാം മാറാൻ നമ്മൾ ആശ നശിച്ചു പോകും, പ്രതീക്ഷയെല്ലാം കൈവിട്ടു പോകും. ഡോക്ടർമാർ അത് പറയും, അവരിങ്ങനെ പറയും, ബാങ്ക് ഇങ്ങനെ പറയും, എല്ലാം കേട്ട് നമ്മുടെ ആശകളൊക്കെ നശിച്ചു പോകും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആശ നശിച്ചു പോകരുത്, ആശയോടെ വിശ്വസിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞ ദൈവം വിശ്വസ്തനാകിയാൽ എൻ്റെ ചുറ്റുപാടൊക്കെ മാറിയാലും മാറാത്തവൻ പറഞ്ഞ വാക്ക് അത് മാറത്തില്ല. അതാണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളത് കണ്ടിരിക്കും. നമ്മൾ എത്ര ദിവസം കണ്ടില്ലെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കീപ്പ് ഓൺ സ്പീക്കിംഗ്. കാരണം നമ്മളത് കാണും. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. അബ്രഹാമിനെ അതുകൊണ്ടാണ് ദൈവം മാനിച്ചത്. അബ്രഹാമോട് ദൈവം പറഞ്ഞു, നിന്നെ ഇനി അബ്രാം എന്നല്ല അബ്രഹാം എന്നാണ് ഞാൻ വിളിക്കുന്നത്. മകനൊന്നും ആയിട്ടില്ല, പക്ഷെ അബ്രഹാം എന്ന് വെച്ച അർത്ഥം ബഹുജാതികളുടെ പിതാവ് എന്നാണ്. ദൈവം അങ്ങനെയാണ് അവനെ വിളിച്ചത്. ഹല്ലേലൂയ. സോ ദൈവം നൽകുന്ന പ്രോമിസുകളെ സ്വീകരിക്കുന്ന ചാനലാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കൃപയാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത എല്ലാത്തിനെയും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് ആ വിശ്വാസമാണ്. ചിലർ വിചാരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മാജിക് പോലെ എന്നാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയുന്നതാണ്. എല്ലാ പ്രാർത്ഥനയും അവസാനം ഒരു യേശുവിൻ്റെ നാമത്തിൽ ചേർത്ത് പിടിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും നിങ്ങളുടെ വാക്കുകൾ വേറൊന്നുമായാൽ നടക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിശ്വാസം കൊണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളും മാറും. നിങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ആകുലതയുടെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത. എന്താ പ്രവൃത്തി? നമ്മൾ ഒരിക്കൽ മുന്നും ഒരുപാട് ചിന്തിച്ചതാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. കൊരിന്ത്യരിൽ പറയുകയാണ്, ഞാൻ വിശ്വസിച്ചത് കൊണ്ട് അതേ വിശ്വാസം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എന്താ സംസാരിക്കേണ്ടത്? എനിക്ക് ദൈവം എല്ലാം തരുമെന്ന് പ്രൊവിഷനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്തിറങ്ങിയിട്ട് എൻ്റെ കുറവുകളും ഇല്ലായ്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ആകുലപ്പെട്ടിരിക്കുകയാണ് അർത്ഥം. ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവൻ തരും, അവൻ പ്രൊവൈഡ് ചെയ്യും, അവൻ എനിക്ക് ഒരുക്കും. അതായിരിക്കണം എൻ്റെ വാക്ക്. രണ്ടും ഒന്നായാൽ, രണ്ടും ഒരേപോലെ വന്നാൽ അവിടെ പ്രവൃത്തി ഉണ്ടാവും, അവിടെ തന്നെ കാണാൻ പറ്റും. ഹല്ലേലൂയ. പലരുടെയും പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാൻ കാരണം പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ തന്നെ അവരുടെ വാക്കുകൾ കൊണ്ട് ആ പ്രാർത്ഥന ക്യാൻസൽ ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉദാഹരണത്തിന്, നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ശരിയായിട്ടില്ല, ഇതായിട്ടില്ല, ഇങ്ങനെ ആയിട്ടില്ല, ഒരിക്കലും ശരിയാവില്ല. നേരത്തെ പറഞ്ഞു കേട്ടത് ക്യാൻസലാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ന്യായം വിധിക്കുന്നത്, തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് കൃപയാൽ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്ത് എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരുന്ന എല്ലാം കിട്ടും, ഒരിക്കലും നടക്കില്ല. നിങ്ങൾക്ക് 100% എഴുതി തരാം, നിങ്ങൾക്ക് എത്ര പ്രോമിസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ കാണാൻ പോണില്ല. പക്ഷെ ദൈവം കൃപയാൽ ഒരിക്കലിനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസം വേണമെങ്കിൽ വിശ്വാസത്തെ ഫീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമകത്ത് വേണം. ദൈവത്തിൻ്റെ വചനമകത്തുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാം ആക്സസ് ചെയ്യാനും പറ്റും. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവം ഒരിക്കൽ നന്മകളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം, ദൈവം ഒരിക്കൽ നന്മകളെ സ്വീകരിക്കുന്ന ഓട്ടോമാറ്റിക് അല്ല, ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 14-ലധികം പ്രാവശ്യം എഴുതിയിരിക്കുകയാണ്, ബൈ ഫെയ്ത്ത്, ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ, വിശ്വാസം കൊണ്ട്, വിശ്വാസത്തിലൂടെ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അനേകം വ്യക്തികൾ അത്ഭുതങ്ങളെ ചെയ്തതാണ്. അവർ വീട്ടിൽ ഇരുന്നവൻ ചുമ്മാ വന്നില്ല, അവർ ചെയ്ത കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ കാണാതെ തന്നെ ചെയ്തു. അവിടെയാണ് അവർ അത്ഭുതങ്ങളെ കണ്ടത്. ദൈവം ഒരിക്കൽ പ്രൊവിഷനെ കാണാനുള്ള റീസൺ വിശ്വാസത്താൽ അവർ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. നമ്മളങ്ങനെയല്ല, ചിലത് കണ്ടിട്ട് തീരുമാനം അല്ല, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ചില ആക്ഷൻസ് നീ എടുക്കുമ്പോൾ അതിനൊരു മറുപടി സ്വർഗം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കുക, എബ്രായർ 11 വായിച്ചു നോക്കുക. അവിടെ വിശ്വാസ വീരന്മാരെ കുറിച്ച് കാണാൻ പറ്റും. ഓരോരുത്തരും വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ എല്ലാം എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ. ഒറ്റ അധ്യായത്തിൽ തന്നെ അനേകം പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് വിശ്വാസത്താൽ.
ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം ഒരുക്കിയ നന്മകളെ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല, മറ്റുള്ളവർ കാണുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ അതിനെ ആക്സസ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ ആക്സസ് ചെയ്യുന്നില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ട്രാൻസ്ഫോമർ സ്വർഗം തന്നിട്ടുണ്ട്, കറണ്ട് വന്നിട്ടുണ്ട്. ഇന്നും ഇരുട്ടിലാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ലൈൻ വലിച്ചിട്ടില്ല. ലൈൻ എങ്ങനെ വലിക്കും? നല്ല ലൈൻ വലിക്കണമെങ്കിൽ നന്നായിട്ടുള്ള വയറ് വേണം. അതാണ് ഫെയ്ത്ത്. അത് വേണമെങ്കിൽ, വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരുടെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നീ അല്പം ദൈവവചനവും 100 സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇതിനെ വിഴുങ്ങും. വേണം കണ്ട നമ്മുടെ ഞാൻ ഉള്ള കാര്യം തുറന്നങ്ങ് പറയുവാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയാം. നമ്മളുടെ വിചാരം എല്ലാം ഓട്ടോമാറ്റിക്കായി നടന്നോളും, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തോളും, സ്വർഗം എല്ലാം നടന്നോളും. പ്രിയരെ, ശത്രു നിങ്ങളുടെ പുറകെയും ഉണ്ട്. വചനം പറയുന്നത്, വ്യക്തമായി പറയുന്നത്, ശത്രു ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുക. എന്ന് വെച്ചാൽ അവൻ എല്ലാവരെയും വിഴുങ്ങാൻ പറ്റൂല. അവൻ ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി നടക്കുന്നു. എന്ന് വെച്ചാൽ അവന് വിഴുങ്ങാൻ പറ്റിയ ചില ഐറ്റംസ് ഉണ്ട്, അവരെ മാത്രമേ വിഴുങ്ങാൻ പറ്റൂ. ഹല്ലേലൂയ. സോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രൊവിഷനുകളുണ്ട്, ദൈവം തന്നിരിക്കുന്ന പ്രൊട്ടക്ഷനുണ്ട്. നമ്മൾ ചില സ്റ്റാൻഡേർഡ് ലൈഫിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ഇവിടെ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ദൈവം ഒരിക്കൽ നന്മ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫെയ്ത്ത് ഉണ്ടാവണം. വചനം വ്യക്തമായി പറയുന്നത്, ഈ ഫെയ്ത്ത് ഉണ്ടാവണമെങ്കിൽ വചനം വേണം. ഈ വചനം നമ്മൾ കേട്ട ഉടനെ ശത്രു വന്ന് ആദ്യം എടുത്തിട്ട് പോകുന്നത് ഈ വചനത്തന്നെ. എങ്ങനെ എടുത്തിട്ട് പോകും? ഞാൻ പറഞ്ഞല്ലോ, വചനം പറയുന്നത് ഈ ലോക ചിന്തകൾ. ഈ ലോക ചിന്ത എന്ന് പറയുന്നത് ഈസിയാണ്, മൊബൈൽ എടുത്താൽ മതി. ഈ ചിന്തകളുടെ ആ ബഹളമാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഗോസിപ്പുണ്ട്, കുറ്റം പറച്ചിലുണ്ട്, വേണ്ടാത്ത അശ്ലീലങ്ങളുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്, ഇനി എന്തില്ല, എല്ലാം ഉണ്ട് അല്ലേ? എവിടെ നോക്കിയാലും അനാശാസ്യവും ആസിയാസ്യവും ഈസാസ്യവും ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മൊത്തം എല്ലാം കേട്ട് തലയ്ക്കകത്ത് കയറ്റി വച്ചിട്ട് അതേ കൂടെ 3 വചനവും. നിങ്ങളൊരു വലിയ കാട്ടിൽ കൊണ്ട് 3 പയറുവിത്ത് തൊട്ടുകൊണ്ടിരിക്കും. പയറുവിത്ത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല, വള്ളി മൊത്തം പടന്ന് വേറെ കയറും. സിമ്പിൾ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫലം കായ്ക്കണം, നമുക്ക് വല്ലതൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ആ കാടൊക്കെ ഒന്ന് തെളിക്കണം. കൂടുതൽ വിത്ത് ഏതുണ്ടോ അതായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ചിലതിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ചിലതിനെയൊക്കെ നമ്മൾ ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യണം, കുറയ്ക്കണം. മെജോറിറ്റി എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും എപ്പോഴും ജയിക്കുക. ശരിയല്ലേ? നിങ്ങളുടെ മനസ്സാകുന്ന ഗാർഡനിൽ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ ഡെയിലി ബേസിൽ ഏറ്റവും കൂടുതൽ വിത്ത് ഏതാണെന്ന് നോക്ക്. കളയാണോ നല്ല വിത്താണോ? കള വളർന്ന് പെട്ടെന്ന് കയറി വരും, ചെറിയ നല്ല വിത്തൊക്കെ ഞെരുങ്ങിപ്പോവും. അതാണ് സംഭവിക്കുന്നത്. വിശ്വാസമൊക്കെ താഴെ പോകണ മെയിൻ റീസൺ. നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഈ ലോകത്തിലെ മുഴുവൻ വാർത്തയും ഫീഡ് ചെയ്യും. ദൈവത്തിൻ്റെ വചനം വല്ലപ്പോഴും. പക്ഷെ തിരിച്ചാണെങ്കിൽ വചനം പറയുന്നത്, അവൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവനെപ്പോലെ ഭാഗ്യം വേറെ ഇല്ല, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ഇതാണ് കീ. ദിസ് ഈസ് ദ കീ. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയത്തെ എന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ പല കാര്യങ്ങളാണ്. സോ നമ്മുടെ എവിടെ ആയിരുന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം, ചിന്തിക്കാം. അത്രത്തോളം നീ വളരും, അത്രത്തോളം നിൻ്റെ ഫെയ്ത്ത് വർദ്ധിക്കും, നിനക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സ്വർഗം ഓൾറെഡി ആരിൽ നിന്നും ഒന്നും തടഞ്ഞിട്ടില്ല, എല്ലാം സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ പുത്രനെ, ഏകജാതന പുത്രനെ നൽകുവാൻ മനസ്സ് കാണിച്ചെങ്കിൽ അവനോടുകൂടെ സകലം നിനക്ക് നൽകാതിരിക്കുമോ എന്നാണ് വചനം ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അൺബിലീഫ് കാരണമാണ്. നമ്മുടെ അൺബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകപരമായ കാര്യങ്ങൾ വന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മൂടി, ഈ ലോകത്തിലുള്ള പല ചിന്തകളും നമ്മളെ മൂടിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയേ, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം എഴുതിയാണ്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യും എന്നല്ല, ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് എന്നാണ്. അതായത് ജീവിതത്തിൽ വേണ്ടതെല്ലാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ത്രൂ ഫെയ്ത്ത്. ബൈ ഫെയ്ത്ത് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഗ്രേസിൻ്റെ ഒരു എക്സ്റ്റെൻഡിൽ പോകുമ്പോൾ മറ്റൊരു ചിലർ ഫെയ്ത്തിൻ്റെ എക്സ്റ്റെൻഡിൽ പോകാറുണ്ട്. അതും പ്രശ്നമാണ്. ചിലരാണെങ്കിൽ എൻ്റെ വിശ്വാസം, എല്ലാം എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം എന്തോ സപ്ലയറും നമ്മൾ പിടിച്ചു വാങ്ങുന്ന ആളും. അതുമല്ല, ദൈവം ഓൾറെഡി കൃപയാൽ എല്ലാം തന്നിരിക്കുന്നു. നമ്മളതിനെ ആക്സസ് ചെയ്യുന്ന പോയിന്റ് മാത്രമാണ് ബൈ ഫെയ്ത്ത്. നമ്മളത് എഫേർട്ടില്ല, ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ് ഫെയ്ത്തും. അത് തൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടായി വരുന്നതാണ് ഈ വിശ്വാസം എന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയാം. ആരെങ്കിലും കരുതുന്നുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാം ഓട്ടോമാറ്റിക്കാണ് വരുമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവിൻ, സാത്താനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താനോട് എതിർത്ത് നിൽക്കാൻ പറയുകയാണ്. ഇനി കൃപയാലല്ലേ എല്ലാം കിട്ടുമെന്നല്ല, സാത്താനോട് എതിർക്കേണ്ടടുത്ത് നിങ്ങൾ എതിർക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇതിൻ്റെ നിങ്ങൾ മെസ്സേജ് വർഷം വായിച്ചറിയാൻ പറ്റും. സേ എ ലൗഡ് നോ ടു ഡെവിൾ. സാത്താനോട് എങ്ങനെ പറയണം? പതുക്കെ അല്ല, ഉറക്കെ പറയണം നോ എന്ന്. ചില കാര്യങ്ങൾ അവൻ കൊണ്ട് ചിന്ത ഇടുമ്പോൾ അവനോട് ഉറക്കെ നോ എന്ന് പറയണം. എന്നിട്ട് താഴെ എഴുതിക്കുകയാണ് സേ എ ജെന്റിൽ യെസ് ടു ലോർഡ്. ദൈവത്തോട് പതുക്കെ പറഞ്ഞാൽ മതി, യെസ്. കർത്താവിനോട് പതുക്കെ പറഞ്ഞാൽ, സറണ്ടർ ചെയ്ത് പറഞ്ഞാൽ മതി. പക്ഷെ ശത്രുവിനോട് എങ്ങനെ പറയണം? ഉറക്കെ പറയണം, നോ പറയണം. പറയാനടുത്ത് നോ തന്നെ പറയണം. അതിനെ തൊട്ട് കളിക്കരുത്, വേണ്ടാത്തിലോട്ട് പോകരുത്. അതിന് അവിടെ നോ പറയണം. ദൈവത്തോട് യെസ് പറഞ്ഞാൽ എങ്കിൽ എന്ത് ചെയ്യണം? ശത്രു നിങ്ങളെ വിട്ട് ഓടി പോകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർട്ട് അതിനകത്ത് പ്ലേ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടുണ്ട്. എഫേസ്യർ 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം ചെയ്യുന്നല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ എന്ന് വെച്ചാൽ നമ്മിലുള്ള ശക്തിയാൽ, നമ്മുടെ എഫേർട്ട് തന്നെ നമുക്കൊരു ഒരു വലിയ റോള് പ്ലേ ചെയ്യാനുണ്ട്. എന്താണ്? അവൻ്റെ വചനത്തിന് നമ്മൾ അലൈൻ ചെയ്യുക, അതിലൂടെ നമുക്കുണ്ടാകുന്ന വിശ്വാസത്തെ നമ്മൾ എക്സസൈസ് ചെയ്യുക. ഹല്ലേലൂയ. സോ നമുക്ക് ദൈവം ആ ഒരു പ്രിവിലേജാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് ചില കാര്യങ്ങളെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് എടുക്കുക. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമാണ്. അത് ഓട്ടോമാറ്റിക്കായി വീട്ടിൽ വരില്ല. എങ്ങനെ ആക്സസ് ചെയ്യണം? ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആക്സസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ പ്രവൃത്തി ഉണ്ടോ? ഉണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ അതിനൊരു പ്രവൃത്തി ഉണ്ട്. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ടല്ല ഉദ്ദേശിക്കുന്നത്, ഈസ് എ സറണ്ടറാണ്. ഇവിടെ പറഞ്ഞ പോലെ ദൈവത്തിന് കീഴടങ്ങുക, അതാണ് ഫസ്റ്റ് തിങ്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് ശത്രുവിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ഓടിപ്പോകും. നമ്മൾ ശത്രുവിനെ ആദ്യമേ റെസിസ്റ്റ് ചെയ്യാൻ പോയാൽ നമ്മുടെ എഫേർട്ടാണ്, നമ്മൾ വീഴും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സറണ്ടർ ടു ഗോഡ്. ദൈവത്തിന് നമ്മൾ കീഴടങ്ങണം, ദൈവത്തിന് നമ്മളെ സറണ്ടർ ചെയ്യണം, ദൈവ ശബ്ദത്തിന് മുന്നിൽ നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശത്രുവിനോട് നോ പറയാൻ പറ്റും, എതിർക്കാൻ പറ്റും. അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും.